ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളിതാ ദുബൈയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം കുറേ മെസ്സേജസൊക്കെ വരുന്നുണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നിങ്ങളെ കമൻസ് ആയിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താ ചാനൽ നിർത്തിയതാണോ, ഇനി കുക്കിംഗ് വീഡിയോ ഇല്ലേ എന്നൊക്കെ ഉള്ള. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടിയൊക്കെ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഇതിപ്പോൾ ദുബൈ മാളാണ്. അപ്പോൾ ആച്ചിയും ബാസിയും എൻ്റെ കൂടെ ഉള്ളത് അപ്പു, അസ്ലങ്കാൻ്റെ കസിനാണ്. പിന്നെ ലിയാൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പുവിൻ്റെ വൈഫാണ്. അപ്പുവിൻ്റെ വൈഫ് എന്ന് പറയുന്നത് എൻ്റെയും കസിനാണ്. അപ്പോൾ ഞങ്ങളിന്ന് അവരെ കൂടെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഫുള്ള് കുറച്ച് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് ഇവിടെയൊക്കെ, എന്നാലും ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നത് നല്ല ഭംഗിയുണ്ട്. ഓരോ പ്രാവശ്യം വരുന്നേരോ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ദുബൈ എത്ര കണ്ടാലും മതിയാവില്ല എന്നല്ല നമ്മൾ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഇതിന് വന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് സൗദിയിലേക്ക് ഡയറക്റ്റ് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു 14 ദിവസം നിൽക്കേണ്ടിയുണ്ട്. അത് കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടി 14 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ സൗദിയിലെത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ കുക്കിംഗ് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ലിയാൻസ് കിച്ചൺ ആരും മറക്കാണ്ട് കാണണം. അപ്പോൾ ഞാനുമായിട്ടുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, ഒന്നുമില്ലാണ്ട് സുഖമായിട്ട് അവിടെ എത്താനും ഇനി അടുത്ത വീഡിയോ ഇടാനും ഒക്കെ കഴിയട്ടെ. അപ്പോൾ ഞാനിവിടെ ഉള്ള കുറച്ച് എന്താ പറയുക, ഒരു കുറേ ഒന്നിച്ചൊന്നും എടുത്തിട്ടില്ല, കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു ബിൽഡിങ്ങിലുള്ള നല്ലൊരു വാട്ടർ ഫൗണ്ടൈനാണ്. നല്ല രസമുള്ള വെള്ളച്ചാട്ടം, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ. അപ്പോൾ ഇത് സ്ഥലം എന്ന് പറയുന്നത് ദുബൈ മാളാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് തന്നെ ഉള്ളതാണ്, ഈ ദുബൈ മാളിലുള്ളതാണ് വലിയ അക്വേറിയം കേട്ടോ. ഒരു ഭാഗം ഫുൾ അക്വേറിയമാണ്. നല്ല രസമാണ്. വലിയ മീനുകളാണുള്ളത് കേട്ടോ, വലിയ ഷാർക്കും പിന്നെ പേരറിയാത്ത കുറേ മീനൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടവരുണ്ടാവും, കാണാത്തവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇട്ടത്. ഒരുപാട് ആൾക്കാർ കണ്ടതന്നായിരിക്കും. ദുബൈയിൽ ഇപ്പോൾ എല്ലാവരും പോകുന്നതല്ലേ, അപ്പോൾ എല്ലാവർക്കും കാണാത്ത ആൾക്കാർക്കും ഒക്കെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ ഇത്. ഇനി അടുത്തത് നമ്മളൊരു ക്യാൻഡി ഷോപ്പിലേക്കാണ് പോണത്. നല്ലൊരു അടിപൊളി ക്യാൻഡി ഷോപ്പ് മാത്രമല്ല, അവിടെ ഉണ്ടാക്കുന്നത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻഡി ഉണ്ടാക്കണ കാണാൻ, നല്ല സ്പീഡിൽ ഉണ്ടാക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കിയോട്ടോ. പലതരം വെറൈറ്റീസ് ആയിട്ടുള്ള ക്യാൻഡീസാണ് ഈ ഷോപ്പിലുള്ളത്. കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ ഭയങ്കര കരച്ചിലായിരിക്കും, ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ. കാരണം അത്രയും അവർക്ക് ഇഷ്ടപ്പെടുന്ന പല കളേഴ്സിലുള്ള ഒരുപാട് തരം ക്യാൻഡീസാണ് ഈ ഷോപ്പിലുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ നോക്കി ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് രസമല്ലേ, നമ്മളിങ്ങനെ നോക്കി നിന്നോണം ദുബൈയിൽ ഓരോ കാഴ്ചകളും കണ്ടിട്ട്. നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ ഉച്ചക്കെങ്ങാനും ചോറും തിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചെത്തുന്ന രാത്രിയാണ്. രാത്രി നമ്മൾ പുറത്തുള്ള വേറെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഗ്രിൽഡ് ഫിഷും ഗ്രിൽഡ് ചിക്കനൊക്കെ കഴിച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ക്യാമറയിൽ നിൽക്കാൻ താല്പര്യമുള്ള ആളുമല്ല. അപ്പോൾ പിന്നെ ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എടുക്കാഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബുർജ് ഖലീഫ, അതിൻ്റെ താഴെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണത്, ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കളിയുണ്ട്, ഒരു മ്യൂസിക്കൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഷോ ഉണ്ട്. അപ്പോൾ ആ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അത് ഓരോ അരമണിക്കൂർ ഇടവിട്ടാണ് അത് ഷോ തുടങ്ങുക. അപ്പോൾ ഷോ തുടങ്ങുന്നതനുസരിച്ച് ഇവിടെ ഈ
വന്നത് ഒരു ടർക്കിഷ് ഷോപ്പിലാണ്. അവിടെ അവരെ ഡെസേർട്ട്സും കേക്ക്സ് അതേപോലെ തന്നെ അവർ കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഓരോ ചീസ് കേക്കൊക്കെയാണ് അവരെ മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു ഡെസേർട്ട് ജെല്ലി വെച്ചിട്ടുള്ള കുറേ ഡെസേർട്ട്സ്, പിന്നെ എന്താ പറയുക അവരെ നട്ട്സ് വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടും നട്ട്സ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ടർക്കിഷിൻ്റെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അവരെ ക്യാൻഡീസ് വേറെ തന്നെ അതൊക്കെ ഉണ്ട്. ഒന്നിച്ചാണിപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാമെന്നുള്ളതിൽ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് ഇനി സൗദിയിലെത്തിയിട്ടോ ഇനി അതിൻ്റെ മുന്നേ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിടും. ഇല്ലയെന്നുണ്ടെങ്കിൽ സൗദിയിലെത്തിയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, എല്ലാവരോടും അസ്സലാമു അലൈക്കും.